ഹായ് എവരിവൺ, എല്ലാവരും കേട്ടിട്ട് ത്രീയുടെ അതുപോലെ ടൂവിന്റെയും എല്ലാത്തിന്റെയും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ചോദ്യം കൊണ്ടാണ് വന്നിട്ടുള്ളത്. ക്വിക്ക് റിവിഷൻ ആയിരിക്കും. സോ സേവ് ആറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. ഫസ്റ്റ് ചോദ്യം: ഹു ഇസ് ദ ഓഥർ ഓഫ് പ്രൈഡ് ആൻഡ് പ്രജുഡിസ്, എ ക്ലാസിക് നോവൽ ദാറ്റ് എക്സ്പ്ലോസ് തീംസ് ഓഫ് ജെൻഡർ ആൻഡ് സൊസൈറ്റി? വളരെ എളുപ്പമുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആരാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്? ജെയിൻ ഓസ്റ്റൻ ആണ്. ഓക്കെ, ജെയിൻ ഓസ്റ്റൻ എന്നാണ് ഇത് എഴുതിയിട്ടുള്ളത്? 1813. ജെൻഡർ റോൾസ്, അതുപോലെ മാരേജ്, അതുപോലെ ക്ലാസ്, സൊസൈറ്റി, ഇതിനെല്ലാം ബേസ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു ഹോൾ തീമിലാണ് എന്ത് വരുന്നത്? പ്രൈഡ് ആൻഡ് പ്രജുഡിസ് 1813 ജെയിൻ ഓസ്റ്റൻ എഴുതുന്നത്. ഓക്കെ. വിച്ച് നോവൽ ബൈ മാർഗരറ്റ് അറ്റ്വുഡ് ഈസ് ഓഫൻ സ്റ്റഡീഡ് ഫോർ ഇറ്റ്സ് ഫെമിനിസ്റ്റ് തീംസ് ആൻഡ് ഡിസ്റ്റോപ്പിയൻ സെറ്റിംഗ്? മാർഗരറ്റ് അറ്റ്വുഡിന്റെ ഡിസ്റ്റോപ്പിയൻ സെറ്റിംഗിലുള്ള ഫെമിനിസ്റ്റിക് തീംസ് പറയുന്ന ഒരു നോവൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ബെൽജാർ ആണോ, ഫ്രാങ്കൻസ്റ്റൈൻ ആണോ, ദ ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ ആണോ, ടു കിൽ എ മോക്കിംഗ് ബേർഡ് ആണോ? ഇതിൽ ഏതാണ് മാർഗരറ്റ് അറ്റ്വുഡിന്റെ? ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. ഫ്രാങ്കൻസ്റ്റൈൻ ആരുടെയാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ മാറി കിട്ടും. ടു കിൽ എ മോക്കിംഗ് ബേർഡ് ആരുടെയാന്ന് ആലോചിച്ച് നോക്കാം. അത് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ബാക്കി രണ്ടെണ്ണം ഉള്ളത്. അതിൽ നിന്ന് നമുക്ക് ഏത് തിരഞ്ഞെടുക്കാം? ദ ഹാൻഡ് മെയ്ഡ്സ് ടെയിൽ തിരഞ്ഞെടുക്കാം. കാരണം എന്താണ്? ദ ബെൽജാർ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള വേറെ ഒരു ഓഥറിന്റെയാണ്. ഓക്കെ. ഇവിടെ എന്താണ് മാർഗരറ്റ് അറ്റ്വുഡ് പറയാൻ ശ്രമിക്കുന്നത്? വിമൻസ് റൈറ്റ് എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ പാട്രിയാർക്കി എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നു, എങ്ങനെ വിമൻ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ദ ഹാൻഡ് മെയ്ഡ്സ് ടെയിൽ. Which of the following is a key work in feminist literary criticism written by Virginia Woolf? വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ അവേക്കനിങ് ആണോ, എ റൂം ഓഫ് വൺസ് ഓൺ ആണോ, ദ ഫെമിനിൻ മിസ്റ്റിക് ആണോ, ദെയർ ഐസ് വേർ വാച്ചിങ് ഗോഡ് എന്നുള്ളതാണോ? ഇതിലേതാണ് പ്രധാനപ്പെട്ട വർക്ക്? ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതാരുടെ? വിർജിനിയ വൂൾഫിന്റെ ഏറ്റവും പ്രശസ്തമായ വർക്ക് ഏതാ? എ റൂം ഓഫ് വൺസ് ഓൺ. അതിൽ പറയുന്നു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ ലിറ്ററേച്ചർ, അതുപോലെ പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ സ്പേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണോ ഒരു പുരുഷനുള്ളത് അതെല്ലാം സ്ത്രീക്കും അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ജെൻഡർ റോളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ആയിട്ട് വരൂ എന്നുള്ളതാണ് ആര് പറയുന്നത്? വിർജീനിയ വൂൾഫ് നമ്മുടെ എ റൂം ഓഫ് വൺസ് ഓണിൽ കൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഹു റോട്ട് ദ സെക്കൻഡ് സെക്സ്, എ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ഇൻ ഫെമിനിസ്റ്റ് തിയറി? വീണ്ടും ഫെമിനിസ്റ്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ദ സെക്കൻഡ് സെക്സ് എന്ന് അറിയപ്പെടുന്ന ഈ ബുക്ക് എഴുതിയത് ആരാണ്? സൈമൺ ഡെ വെവർ ആണോ, ബെറ്റി ഫ്രൈഡൻ ആണോ, ജെർമൈൻ ഗ്രിയർ ആണോ, മേരി വൂൾസ്റ്റോൺ ക്രാഫ്റ്റ് ആണോ? ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉത്തരം വരുന്നത് സൈമൺ ഡി ബെവോർ എന്നുള്ളതാണ്. 1949 വിമൻ ഒപ്രഷനെതിരെയിട്ടുള്ള എതിരെയായിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷണൽ ഫെമിനിസ്റ്റ് തിയറി, ഈ ഒരു ബുക്ക് പുറത്തേക്ക് വരുന്നത്. റൈറ്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ട് പറയുന്നുണ്ട്. ആ കോട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നോ വൺ ഈസ് നോ വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വിമൻ. ഒരാൾ സ്ത്രീയായിട്ട് ഒരിക്കലും ജനിക്കുന്നില്ല, പക്ഷെ ഈ സമൂഹത്തിന്റെ ഇടപെടലുകളാണ് അവർ എന്താക്കി മാറ്റുന്നത്? സ്ത്രീയായി മാറ്റുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ വലത്തേക്ക് വരുന്നില്ല. ഈ വലത്തേക്ക് ആക്ച്വലി വലത്തേക്ക് എന്ന് പറയുന്നത് ഞാനല്ല. റൈറ്റ്. എന്റെ കുടുംബം, എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ സമൂഹം ഒക്കെയാണ് എന്റെ അടുത്ത് ഇത് വലത്തെ കൈയാണെന്നും ഇത് ഇടത്തെ കൈയാണെന്നും പറയുന്നത്. ഓക്കെ. ഇതുപോലെ തന്നെയാണ് വിമൻ ആയിട്ട് വരുന്നത്. അവര് ജനിക്കും പറയുന്നില്ല അവരുടെ റോൾ എന്താണെന്നുള്ളത്. മറ്റുള്ളവരാണ് അവർക്ക് പറഞ്ഞു കൊടുത്ത് അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് സെക്സിലൂടെ സൈമൺ ഡി ബെവോർ 1949 എഴുതി വെച്ചിട്ടുള്ളത്. റൈറ്റ്. അടുത്തതിലേക്ക് പോകാം. വാട്ട് ഈസ് ദ മെയിൻ ഫോക്കസ് ഓഫ് ബെറ്റി ഫ്രൈഡൻസ് ദ ഫെമിനിൻ മിസ്റ്റിക്? നമ്മൾ നേരത്തെ കണ്ട ഒരു ഓപ്ഷൻ ആയിട്ട് ഇവിടെ വരുന്നതാണ്. ദ സഫ്രേജ് മൂവ്മെന്റ്, ദ റോൾ ഓഫ് വിമൻ ഇൻ പോസ്റ്റ് വേൾഡ് വാർ ടു അമേരിക്കൻ സൊസൈറ്റി, വിമൻസ് റിപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, ജെൻഡർ ഈക്വാലിറ്റി ഇൻ ദ വർക്ക് സ്പേസ്? ഇതിൽ ഏതാണ് ബെറ്റി ഫ്രൈഡന്റെ ദ ഫെമിനിൻ മിസ്റ്റിക്കിന്റെ മെയിൻ ഫോക്കസ് ആയിട്ട് വരുന്നത്? ദ റോൾ ഓഫ് വിമൻ ഇൻ പോസ്റ്റ് വേൾഡ് വാർ ടു അമേരിക്കൻ സൊസൈറ്റി എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആശയമായിട്ട് ഈ ഫെമിനിൻ മിസ്റ്റിക്കിൽ വരുന്നത്. ഓക്കെ. ഫെമിനിൻ മിസ്റ്റിക് എന്നാണ് അപ്പൊ എഴുതിയിട്ടുള്ളത്? 1963 എഴുതിയിട്ടുള്ളത്. റൈറ്റ്. ഇനി അടുത്ത ചോദ്യം. വിച്ച് 19th സെഞ്ചുറി 1 minute.
Novel is known for its portrayal of the struggles of a governess and her complex relationship. 19ാമത്തെ നൂറ്റാണ്ടിൽ എഴുതിയ ഏത് നോവലിലാണ് ഒരു ഗവർണസിന്റെ ഒരു സ്ട്രഗിള് കാണിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ കാണിക്കുന്ന ഒരു നോവൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ജെയിൻ എയർ ആണോ, വുതറിംഗ് ഹൈറ്റ്സ് ആണോ, പ്രൈഡ് ആൻഡ് പ്രജുഡീസ് ആണോ, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ആണോ? ഇതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈക്വലി നമുക്ക് ഈ ഒരു എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും. എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം ജെയിൻ എയർ എന്നുള്ളതാണ് കാണാൻ പറ്റും. ജെയിൻ എയർ ആര് എഴുതിയിട്ടുള്ളത്? ഷാർലറ്റ് ബ്രോണ്ടെ ആണ് എഴുതിയിട്ടുള്ളത്. അതിലും എന്താ വരുന്നത്? സോഷ്യൽ ക്ലാസ്, ജെൻഡർ, മോറൽ ചാലഞ്ചസ്, ഇതിനെയൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റും? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് ഈ നോവൽ ശ്രദ്ധിക്കപ്പെട്ടത്? ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് സ്ട്രോങ് ഫീമെയിൽ ലീഡ് ആൻഡ് ഏർലി ഫെമിനിസ്റ്റ് അണ്ടർടോൺസ്. അത്രയും കാലം ഉണ്ടായിരുന്ന ഇപ്പൊ ചാൾസ് ഡിക്കൻസിന്റെ ആയാലും ആരുടെ നോവലുകളായാലും അർണോൾഡിന്റെ കവിതകളായാലും എല്ലാം ഒരു മെയിൽ സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇവിടെ വരുമ്പോഴേക്ക് എന്തായി മാറുന്നുണ്ട്? ഫീമെയിൽ ലീഡ് വരുന്നുണ്ട്. റൈറ്റ്. ജെയിൻ എയർ ആണ്, ഷാർലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ എയർ ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. വിച്ച് ഫെമിനിസ്റ്റ് ഓതർ റോട്ട് ദ യെല്ലോ വാൾപേപ്പർ, എ ഷോർട്ട് സ്റ്റോറി ഡെപിക്റ്റിംഗ് എ വിമൻസ് ഡിസെന്റ് ഇൻ ടു മാഡ്നസ്? ഇത് ആരാ എഴുതിയിട്ടുള്ളതെന്നാ ചോദിക്കുന്നത്. റൈറ്റ്. ഷാർലറ്റ് പെർക്കിൻസ് ഗിൽമാൻ, ലൂയിസ മേ ആൾക്കോട്ട്, എഡിത്ത് വാട്ടൺ, വിർജീനിയ വൂൾഫ്? ഉത്തരേതാ? ഷാർലറ്റ് ഗിൽമാൻ ആണ്. ഓക്കെ, ഇതിലൊരു സ്ത്രീക്ക് അടച്ചിടുകയാണ് അവർ ചെയ്യപ്പെടുന്നത്. അവർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ അവരുടെ ഭർത്താവ് അവരെന്ത് ചെയ്യും? അവര് റൂമില് അടച്ചിടും. നിങ്ങൾ തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇതേപോലെ സീനുണ്ട്. മറ്റുള്ളവര് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഭ്രാന്താവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇവര് ലാസ്റ്റ് അയാളെ തന്നെ കൊല്ലുകയാണ് ചെയ്യുന്നത് ഈ യെല്ലോ വാൾപേപ്പറിൽ. ഓക്കെ. വാട്ട് ഈസ് എ കോമൺ തീം ഇൻ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എക്സ്പ്ലോറേഷൻ ഓഫ് വിമൻസ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഐഡന്റിറ്റി, സയൻസ് ഫിക്ഷൻ ആൻഡ് ഫാന്റസി വേൾഡ്സ്, ഹിസ്റ്റോറിക്കൽ ബാറ്റിൽസ് ആൻഡ് കോൺക്വസ്റ്റ്, എക്കണോമിക് തിയറീസ് ആൻഡ് പോളിസീസ്? ഉത്തരം ഡയറക്റ്റ് എക്സ്പ്ലോറേഷൻ ഓഫ് വിമൻസ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഐഡന്റിറ്റി അല്ലേ? ഹിസ്റ്റോറിയും ഇക്കണോമിയും എന്നതിൽ വരില്ല, സയൻസ് ഒന്നും വരില്ല. ഹു റോട്ട് ദ കളർ പർപ്പിൾ, എ നോവൽ ദാറ്റ് അഡ്രസ്സസ് ഇഷ്യൂസ് ഓഫ് റേസ്, ജെൻഡർ ആൻഡ് സിസ്റ്റർഹുഡ്? കളർ പർപ്പിൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ബുക്കാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഉത്തരം കിട്ടുന്നതാണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? ടോണി മോറിസൺ ആണോ, സോറ ഹഡ്സൺ ആണോ, ആലിസ് വാക്കർ ആണോ, മായ ഏഞ്ചലോ ആണോ? വെട്ടിക്കളയാൻ നമുക്ക്. എലിമിനേഷൻ വെച്ചിട്ട് കിട്ടുമ്പോൾ എന്ത് വരും? ആലിസ് വാക്കർ ആണ് ഇതിന് കൃത്യമായിട്ടുള്ളത് വരുന്നത്. 20th സെഞ്ചുറി അമേരിക്കയിൽ നടക്കുന്ന അബ്യൂസുകൾ, സ്ത്രീകൾക്ക് എതിരെയുള്ള ഫീമെയിൽ എംപവർമെന്റ്, സ്ത്രീകൾക്കെതിരെയുള്ള മൂവ്മെന്റ്, എങ്ങനെയാണ് പുരുഷന്മാർ അവരെ ട്രീറ്റ് ചെയ്തത്, ഇതൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് എന്ത്? ഈ കളർ പർപ്പിൾ എന്ന് പറയുന്ന നോവൽ. വളരെ രസകരമായിട്ടുള്ള, അതായത് സ്ത്രീകൾ തമ്മിലുള്ള അടുപ്പം കാണിക്കുന്ന ഒരു നോവലാണിത്. സാധാരണ എന്താ, പുരുഷന്മാർ തമ്മിലുള്ള അടുപ്പാണ് സാധാരണ കാണിക്കാറുള്ളത്. അതിൽ കൃത്യമായിട്ട് വരുന്ന ഒരു വ്യത്യാസം ഇവിടെ കാണാൻ പറ്റും. ഇൻ ഫെമിനിസ്റ്റ് ലിറ്റററി തിയറി വാട്ട് ഡസ് പാട്രിയാർക്കി റെഫർ ടു? പാട്രിയാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫെമിനിസ്റ്റ് ലിറ്റററി തിയറികളിൽ പറഞ്ഞു വെക്കുന്ന അർത്ഥം? A type of literary genre, a societal system where men hold primary power, a style of writing, a historical period. സംശയം വേണ്ട. a societal system where men hold primary power, സ്ത്രീകൾക്ക് പവർ കൊടുക്കാതെ പൊളിറ്റിക്കൽ, മോറൽ, എക്കണോമിക്കൽ എല്ലാ അതോറിറ്റിയും മെൻ എടുക്കുന്നതാണ് എന്ത്? നമ്മളുടെ ഈ ഫെമിനിസ്റ്റ് ലിറ്റററി തിയറി, പാട്രിയാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൂ റോട്ട് റോമിയോ ആൻഡ് ജൂലിയറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ? ഇതിന് എന്താ പറയാ, എക്സാമ്പിൾസ് പോലും വേണ്ട. ആരാണ്? അല്ലെ, ഷേക്സ്പിയർ ആണ് അത് എഴുതിയിട്ടുള്ളത്. റൈറ്റ്. ഒരു യങ് അഡൾട്ടുകളുടെ ലവിനെ കുറിച്ചും അതെങ്ങനെ ട്രാജിക് പ്ലേ ആയി മാറുന്നു, അല്ലെങ്കിൽ ട്രാജിക് നാടകമായി മാറുന്നു, അവരെങ്ങനെ മരിക്കുന്നു. റോമിയോയും ജൂലിയറ്റും അവർ ഒന്നാവാൻ ശ്രമിക്കുകയാണ്, പക്ഷെ അവർ മരിക്കുകയാണ് അവസാനം ചെയ്യുന്നത്. ഒരു ഭയങ്കര ടീനേജിലുള്ള ആൾക്കാരാണ്, അഡൾട്ട് എത്തിയിട്ടില്ല. റൈറ്റ്. അവരുടെ കഥയാണ് ഷേക്സ്പിയർ റോമിയോ ആൻഡ് ജൂലിയറ്റിൽ എഴുതി വെക്കുന്നത്. Which novel by George Orwell depicts a dystopian future under a totalitarian regime? ആനിമൽ ഫാം ആണോ, 1984 ആണോ, ബ്രേവ് ന്യൂ വേൾഡ് ആണോ, ഫാരൻഹീറ്റ് 451 ആണോ? ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചർ അണ്ടർ ടോട്ടാലിറ്റേറിയൻ റെജിം. ആനിമൽ ഫാം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ്? 1984 ആണ്. ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ദ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ ബിഗ് ബ്രദർ, വിച്ച് മീൻസ് ടോട്ടാലിറ്റേറിയനിലുള്ള, അതോറിറ്റേറിയൻഷിപ്പുള്ള, പവറുള്ള ആ ഒരു മനുഷ്യൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
ഹു ഈസ് ദ ഓഥർ ഓഫ് പ്രൈഡ് ആൻഡ് പ്രജുഡിസ്? ഓക്കെ, നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ. വിച്ച് എപ്പിക് പോയം ബൈ ജോൺ മിൽട്ടൺ ടെൽസ് ദ സ്റ്റോറി ഓഫ് ദ ഫോൾ ഓഫ് മാൻ? മനുഷ്യന്റെ അധപതനത്തിനെ കുറിച്ച്, മനുഷ്യന്റെ ഫോളിനെ കുറിച്ച് പറയുന്ന ജോൺ മിൽട്ടന്റെ എപ്പിക് പോയം ഏതാണെന്നാണ് ചോദിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഒഡീസി ആണോ, ദ ഡിവൈൻ കോമഡി ആണോ, പാരഡൈസ് ലോസ്റ്റ് ആണോ, ബിയോൾഫ് ആണോ? സംശയിക്കണ്ട അല്ലേ? ഒഡീസി ആരുടെയെന്ന് നമുക്കറിയാം, ബിയോൾഫ് ആരുടെയെന്ന് അറിയാം, ഡിവൈൻ കോമഡി ആരുടെയെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ പാരഡൈസ് ലോസ്റ്റ് ആണ് നമ്മളുടെ ജോൺ മിൽട്ടൺ 1667 എഴുതിയ പുരുഷന്റെ അല്ലെങ്കിൽ മാനിന്റെ, നമ്മളുടെ മനുഷ്യ സമൂഹത്തിന്റെ ഫോളിനെ കുറിച്ച് പറയുന്ന നമ്മളുടെ എപ്പിക് പോയം, വിച്ച് മീൻസ് ആഡം ഈവും എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് എന്ന് പറയുന്നതാണ് പാരഡൈസ് ലോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു കഥ എന്ന് പറയുന്നത്. ഹു റോട്ട് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, എ നോവൽ അബൌട്ട് ദ ലൈഫ് ഓഫ് ആൻ ഓർഫൻ നെയ്മഡ് പിപ്പ്? ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ എഴുതിയത് ആര്? തോമസ് ഹാർഡി ആണോ, ചാൾസ് ഡിക്കൻസ് ആണോ, മാർക്ക് ട്വെയിൻ ആണോ, ഹെൻറി ജെയിംസ് ആണോ? ചാൾസ് ഡിക്കൻസ് ആണ് എന്ത് ചെയ്യുന്നത്? 1861 ചാൾസ് ഡിക്കൻസ് നമ്മളുടെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് എഴുതുന്നു. അതിൽ പിപ്പ് എന്ന് പറയുന്ന ആളുടെ ജേണിയാണ് കാണിക്കുന്നത്. അയാളുടെ അംബിഷൻസ്, അയാളുടെ ഗ്രോത്ത് എല്ലാം ഏത് വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ, വിച്ച് മീൻസ് അവിടെ വിക്ടോറിയ രാജ്ഞിയാണ് ഭരിച്ചിരുന്നത്. 1800കളുടെ തുടക്കം തൊട്ട് ആരാ വരുന്നത്? 1851 അവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട്, വലിയ പരിപാടികളൊക്കെ ഇംഗ്ലണ്ടിൽ നടക്കുന്നുണ്ട്. ഓക്കെ, സോറി, ടങ് ട്വിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. റൈറ്റ്. ഇൻ വിച്ച് പ്ലേ ഡസ് ദ ക്യാരക്ടർ ലേഡി മാക്ബത്ത് അപ്പിയർ? അടുത്ത വളരെ രസകരമായിട്ടുള്ള എളുപ്പമുള്ള ചോദ്യം, അത് നമ്മൾ ഡയറക്റ്റ് ആൻസർ നോക്കുകയാണ്. മാക്ബത്ത് ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ലേഡി മാക്ബത്ത് ഏതിലായിരിക്കും വരിക? മാക്ബത്തിൽ തന്നെയായിരിക്കും വരിക. ഓക്കെ, ഇനി എന്നാണ് ഇത് എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1606 മാക്ബത്ത് എന്ന് പറയുന്ന നാടകം ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത്. റൈറ്റ്. വിച്ച് 20th സെഞ്ചുറി ബ്രിട്ടീഷ് ഓഥർ റോട്ട് ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ സീരീസ്? ഭയങ്കര ഫേമസ് ആണെന്ന് നമുക്കറിയാം. ക്രോണിക്കിൾസ് ഓഫ് നാർണിയ, ഇതിന്റെ പേരിൽ സീരീസ് ഒക്കെ വന്നിട്ടുണ്ട്. ആരാണ് എഴുതിയിട്ടുള്ളത്? JRR ടോൾക്കിൻസ്, CS ലൂയിസ്, JK റോളിംഗ്, റോൾഡ് ദാൽ. ഇതിൽ ആരാ എഴുതിയിട്ടുള്ളത്? CS ലൂയിസ് ആണ് 1950കൾക്കും 1956കൾക്കും ഇടയിൽ ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ എന്ന് പറയുന്ന സീരീസ് എഴുതിയിട്ടുള്ളത്. ഇത് ഗുഡ് വേഴ്സസ് ഈവിൾ, ഫെയ്ത്ത്, ചൈൽഡ്ഹുഡ്, ഇമാജിനേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ബുക്കാണ്, അല്ലെങ്കിൽ സീരീസ് ആണ്. ഈ ബുക്കുകൾ സീരീസ് ആയിട്ട് വന്നിട്ടുള്ളതെന്നാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. റൈറ്റ്. വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ ഫസ്റ്റ് നോവൽ ബൈ JK റോളിംഗ്സ് ഹാരി പോട്ടർ സീരീസ്? ഹാരി പോട്ടർ സീരീസ് എഴുതിയിട്ടുള്ളത് ആരാണെന്ന് ചോദിക്കുന്നത്? JK റോളിംഗ് ആണ്. JK റോളിംഗിന്റെ ഹാരി പോട്ടർ സീരീസിലെ ആദ്യത്തെ നോവൽ ഏത്? അത് കുറെ സീരീസ് ആയിട്ട് വന്നതാണല്ലോ. അതിൽ ഫസ്റ്റ് നോവൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിലേതാ? ഹാരി പോട്ടർ ആൻഡ് ദ ചേംബർ ഓഫ് സീക്രട്സ് ആണോ, ഹാരി പോട്ടർ ആൻഡ് ദ പ്രിസണർ ഓഫ് അസ്കബാൻ ആണോ, ഹാരി പോട്ടർ ആൻഡ് ദ സോസറേഴ്സ് സ്റ്റോൺ ആണോ, ഹാരി പോട്ടർ ആൻഡ് ദ ഗോബ്ലെറ്റ് ഓഫ് ഫയർ ആണോ? ഏതാ? ഹാരി പോട്ടർ ആൻഡ് സോസറേഴ്സ് സ്റ്റോൺ ആണ് ആദ്യത്തെ ഇതിലെ നോവൽ എന്ന് പറയുന്നത്. അതെന്ന് ഇറക്കിയിട്ടുള്ളത് 1997 ഇത് വന്നിട്ടുള്ളത്. റൈറ്റ്. ഫാന്റസി സീരീസ് ആയിരുന്നു. അതിന് ശേഷമാണ് അത് ഗ്ലോബലി ഫേമസ് ആയിട്ട് അത് സിനിമയൊക്കെ ആക്കാൻ തുടങ്ങിയത്. അടുത്തത്, ഹു റോട്ട് വൂദറിംഗ് ഹൈറ്റ്സ്, എ നോവൽ സെറ്റ് ഓൺ ദ യോർക്ക്ഷയർ മൂസ്? ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഷാർലറ്റ് ബ്രോണ്ടെ ആണോ, എമിലി ബ്രോണ്ടെ ആണോ, ആൻ ബ്രോണ്ടെ ആണോ, എലിസബത്ത് ഗാസ്റ്റ്? എന്താ ഉത്തരം? എമിലി ബ്രോണ്ടെ ആണ് നമ്മളുടെ വുത്തറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന ബുക്ക് 1847 എഴുതിയിട്ടുള്ളത്. ഒരു ഗോത്തിക് സ്റ്റൈൽ സെറ്റിങ്ങിൽ ഒരു മൂർലാൻഡിൽ വെച്ച് എഴുതിയിട്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട നോവലാണ് എന്ത്, നമ്മളുടെ ഈ വുത്തറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഇതിൽ ബേസിക്കലി നമ്മുടെ ഈ ഗോത്തിക് എലമെന്റ്സ് വരുന്നുണ്ട്. വാതിലടയുന്നു, പ്രേതം വരുന്നു എന്ന് പറയുന്ന എലമെന്റ് ഒക്കെ വരുന്ന ഒരു നോവലാണ് എന്ത്, നമ്മളുടെ വുത്തറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. Which poem by Samuel Taylor Coleridge features an albatross and a tale of supernatural events at sea? ടൈലറിന്റെ കാര്യം അറിയായിരിക്കും. ST കോളറിഡ്ജിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇനി അദ്ദേഹത്തിന്റെ ഏത് കവിതയിലാണ് ആൽബട്രോസ് വരികയും സൂപ്പർ നാച്ചുറൽ ഇവന്റ്സ് കടലിൽ നടക്കുകയും ചെയ്യുന്നത്? കുബ്ല ഖാൻ ആണോ, ദ റൈം ഓഫ് ദ ആൻഷ്യൻ മറൈനർ ആണോ, ക്രിസ്റ്റബൽ ആണോ, ഫ്രോസ്റ്റ് അറ്റ് മിഡ് നൈറ്റ് ആണോ? ഇതിൽ ഏതാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ദ റൈം ഓഫ് ദ ആൻഷ്യൻ മറൈനർ എന്ന് പറയുന്ന 1798 എഴുതിയിട്ടുള്ള
കവിതയിലാണ് നമ്മളുടെ ഈ റൊമാൻറ്റിക് പോയട്രി ഒക്കെ എടുത്തു കാണിക്കാൻ പറ്റിയ, നേച്ചറിനെ എടുത്തു കാണിക്കാൻ പറ്റിയ ഈ ഒരു കവിതയിലാണ് സൂപ്പർ നാച്ചുറൽ ഇവന്റ്സും ആൽബട്രോസ് വരികയും അതിനെ കൊല്ലുകയൊക്കെ ഈ ആൻഷ്യൻ മറൈനർ ചെയ്യുന്നത്. അയാൾ കടലിലുണ്ടായിരുന്ന ഒരു ജീവനക്കാരനായിരുന്നു, ഒരു കപ്പൽ ഓടിക്കുന്ന ഒരാളായിരുന്നു. അയാളുടെ ജീവിതമാണ് ഇതിൽ പറയുന്നത്. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്കർ പ്രൈസ് വിന്നിംഗ് നോവൽ മിഡ് നൈറ്റ് ചിൽഡ്രൻ? അരുന്ധതി റോയ് ആണോ, വിക്രം സെത്ത് ആണോ, സൽമാൻ റഷ്ദി ആണോ, അമിതാവ് ഘോഷ് ആണോ? ആരാ? സൽമാൻ റഷ്ദിയാണ്. 1981 ഇതിനെ പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് ഇതിലേക്ക് ലഭിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു എയിം, ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു രീതി പറയുന്നത് മാജിക്കൽ റിയലിസം ആണ്, റൈറ്റ്? അതുപോലെ തന്നെ അത് ഇന്ത്യസ് ട്രാൻസിഷൻ ഫ്രം ബ്രിട്ടീഷ് റൂൾ ടു ഇൻഡിപെൻഡൻസും കൂടെ ഇതിലെ പ്രധാനപ്പെട്ട ഒരു എയിം അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആയിട്ട് നമ്മളെ മിഡ് നൈറ്റ് ചിൽഡ്രനിൽ വരുന്നുണ്ട്. എന്താ അതിന് കാരണം? ഒരു പ്രത്യേക ഡേറ്റിൽ ജനിച്ച കുട്ടികൾ അവർക്ക് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കഥ. ഒരു പ്രത്യേക ഡേറ്റിൽ ജനിച്ച കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും. അത് മാജിക്കൽ റിയലിസം ആണല്ലോ. സാധാരണ ഒരാൾ മുമ്പിൽ വന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. പക്ഷെ ഈ കഥയിൽ അങ്ങനെയല്ല ഉള്ളത്. Which novel by Arundhati Roy won the Booker Prize in 1997? The White Tiger, Suitable Boy, The God of Small Things, The Inheritance of Loss. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ്. 1997 എഴുതി അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത നമ്മളുടെ ബുക്ക് എന്ന് പറയുന്നത്. ഇനി ഇത് എവിടെയാണ് നടക്കുന്നത്? കേരളത്തിൽ നടക്കുന്ന ചൈൽഡ്ഹുഡ് കാര്യങ്ങളെ, കാസ്റ്റിനെ, ഫോർബിഡൻ ലവിനെയൊക്കെയാണ് ഇത് കാണിക്കുന്നത്. Who wrote A Suitable Boy, one of the longest novels published in a single volume in the English language? Suitable Boy എന്ന് പറയുന്ന ലോങ്സ്റ്റ് നോവലുകളിൽ ഒന്ന് എഴുതിയതാരാണ്? ആർ കെ നാരായണാണോ, വിക്രം സേത്ത് ആണോ, രോഹിൻടൺ മിസ്ട്രി ആണോ, ചുംബ ലാഹിരി ആണോ? വിക്രം സേത്ത് ആണ് എ സ്യൂട്ടബിൾ ബോയ് എന്ന് പറയുന്ന ഈ നോവല് 1993 എഴുതിയിട്ടുള്ളത്. അത് 1300 പേജുകളിൽ കൂടുതൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്സ്, ലവ്, ഫാമിലി അഫയേഴ്സ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യ എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം എന്താ, 1993 എത്തുമ്പോഴേക്കും ഇന്ത്യ അതിന്റെ ഒരു പ്രൈം സ്റ്റേജിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിച്ച് ഇന്ത്യൻ ഓഥർ റോട്ട് The White Tiger, a novel that won the Man Booker Prize in 2008? The White Tiger എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണ്? കിരൺ ദേശായി ആണോ, അരവിന്ദ് അഡിഗയാണോ, ചേതൻ ഭഗത്താണോ, അനിത ദേശായി ആണോ? ആരാണ് ഇത് എഴുതിയിട്ടുള്ളത്? 2008 അരവിന്ദ് അഡിഗയാണ് ദ വൈറ്റ് ടൈഗർ എഴുതിയിട്ടുള്ളത്. ഇതിന് തന്നെയാണ് ആ വർഷത്തെ മാൻ ബുക്കർ പ്രൈസും ലഭിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരു ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് വരികയും അയാൾ അവിടെ നഗരവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുകയൊക്കെ ചെയ്ത് കറപ്റ്റഡ് ആയിട്ട് ആൾക്കാരെ കൊല്ലുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇന്ത്യയെ കുറിച്ച്, ഒരാളുടെ ജീവിതത്തിനെ കുറിച്ചാണ് വൈറ്റ് ടൈഗറിൽ പറയുന്നത്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് ടൈഗേഴ്സിന്റെ എണ്ണം വളരെ റയർ ആണ്. അപ്പൊ ഈ മാനിനെയും എന്ത് ചെയ്യുന്നുണ്ട്, വൈറ്റ് ടൈഗറായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. Which novel by Jhumpa Lahiri was adapted into a film directed by Meera Nair? Okay. Interpreter of Maldives, The Namesake, The Unaccustomed Earth, The Lowland. ഏതിലാണ് വരുന്നത്? മീര നായർ എഴുതിയ അഡാപ്റ്റ് ചെയ്ത ഏത് ചിത്രമാണ് ജുംബ ലാഹിരിയുടെ ഒരു നോവൽ ആയിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദ നെയിംസേക്ക് ആയിരുന്നു. അത് 2003 ആക്ച്വലി എഴുതിയിട്ടുണ്ടായിരുന്നത്, റൈറ്റ്? ഇമ്മിഗ്രന്റ്, അതായത് പ്രവാസികളാവുന്ന, ഒരു നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് പോകേണ്ടി വരുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടൊക്കെയാണ് എന്ത് ഈ നോവലിൽ പറയുന്നത്. അതാണ് പിന്നീട് 2006 അവര് നമ്മുടെ ഒരു ഫിലിമായിട്ട് എടുക്കുന്നത്. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ഇൻഹെറിറ്റൻസ് ലോസ്? ഓക്കെ, അത് ആരാണ് എഴുതിയിട്ടുള്ളത്? ഹു ഈസ് ദ ഓഥർ ഓഫ് The Inheritance Laws, which won the Man Booker Prize in 2006? ആരാ? അനിത ദേശായി ആണോ, കിരൺ ദേശായി ആണോ, അരുന്ധതി റോയ് ആണോ, വിക്രം ചന്ദ്രയാണോ? കിരൺ ദേശായി ആണ് മാൻ ബുക്കർ പ്രൈസിന് അർഹമായിട്ടുള്ള നമ്മളുടെ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറയുന്ന ഈ നോവല് എഴുതിയിട്ടുള്ളത്, റൈറ്റ്? അതിൽ എന്തൊക്കെയാ പ്രധാനപ്പെട്ട തീം വരുന്നത്? ഗ്ലോബലൈസേഷൻ വരുന്നുണ്ട്, മൈഗ്രേഷൻ വരുന്നുണ്ട്, പോസ്റ്റ് കൊളോണിയൽ ഐഡന്റിറ്റി എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, വിച്ച് ഓഥർ റോട്ട് ട്രെയിൻ ടു പാകിസ്ഥാൻ, എ നോവൽ സെറ്റ് ഡ്യൂറിംഗ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ? ഖുഷ്വന്ത് സിംഗ് ആണോ, മുൾക്രാജ് ആനന്ദ് ആണോ, ആർ കെ നാരായണ ആണോ, ശശി തരൂർ ആണോ? ആരെഴുതിയിട്ടുള്ളത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ അറിയാം ഖുഷ്വന്ത് സിംഗ് ആണ് 1956 ഈ ഒരു ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. ഇതില് ആൾക്കാർ തമ്മിലുള്ള വയലൻസ്, അതിലെ ഒരു കഥാപാത്രം നേരിട്ട് ഇതിലേക്ക് കഥാപാത്രമാവുകയും ഇതിൽ ഇറങ്ങിച്ചെല്ലേണ്ടി വരികയും
ട്രാജഡിയിലൂടെയും വയലൻസിലൂടെയൊക്കെ അയാൾ കടന്നു പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം പാർട്ടീഷനാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ആൾക്കാർ എങ്ങനെ പോകും അങ്ങോട്ട്? ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്നത് അറിയാമല്ലോ. ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ പാകിസ്ഥാനിലേക്ക് കുറച്ചുപേരെയൊക്കെ മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഉൾപ്പെട്ടു പോകുന്ന ഒരാളും അയാളുടെ മകളെ എങ്ങനെ പാർട്ട് ചെയ്യുന്നു, പിരിഞ്ഞു പോകുന്നു, അയാൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. വിച്ച് ഇന്ത്യൻ ഓഥർ ഈസ് നോൺ ഫോർ ഹിസ് സാറ്ററിക്കൽ നോവൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ? അമിതാഭ് ഘോഷാണോ, സൽമാൻ റുഷ്ദി ആണോ, ശശി തരൂരാണോ, വിക്രം സേത്താണോ? വളരെ പോപ്പുലർ ആയിട്ടുള്ള ബുക്കാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാ? ശശി തരൂരാണ് 1989 ഇറങ്ങിയിട്ടുള്ള മഹാഭാരതത്തിനെ ബേസ് ചെയ്തുകൊണ്ട്, മഹാഭാരതത്തിനെ റീഇമാജിൻ ചെയ്തുകൊണ്ട് ഈ ഒരു കൈൻഡ് ഓഫ് മോഡേൺ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്കും പൊളിറ്റിക്സിലേക്കും എത്തി നോക്കുന്ന ഈ ഒരു സറ്റയറിക്കൽ നോവലായിട്ടുള്ള ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എഴുതിയിട്ടുള്ളത്. Who wrote Sea of Poppies, the first book in Abyss trilogy? അനിത ദേശായി, രോഹിൻടൺ മിസ്ട്രി, അമിതാവ് ഘോഷ്, ചേതൻ ഭഗത്. ഇതിലാരാ? അമിതാവ് ഘോഷാണ് 2008 സി ഓഫ് പോപ്പീസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പിയൻ ട്രേഡും കൊളോണിയലിസം ഒക്കെ 19ാമത്തെ നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. റൈറ്റ്. വാട്ട് ഡസ് ദ അക്രോണിം ടെസോൾ സ്റ്റാൻഡ് ഫോർ? ഓക്കെ, ടെസോളിന്റെ ഫുൾ ഫോം എന്താണ് ചോദിക്കുന്നത്. ടീച്ചിങ് ഇംഗ്ലീഷ് ടു സ്പീക്കേഴ്സ് ഓഫ് അതർ ലാംഗ്വേജസ്, ടീച്ചിങ് ഇംഗ്ലീഷ് ടു സ്റ്റുഡൻസ് ഓഫ് അതർ ലാംഗ്വേജസ്, ടീച്ചിങ് ഇംഗ്ലീഷ് ടു സ്പീക്കേഴ്സ് ഓഫ് ഒറിജിനൽ ലാംഗ്വേജസ്, ടീച്ചിങ് ഇംഗ്ലീഷ് ടു സ്റ്റുഡൻസ് ഓഫ് ഒറിജിനൽ ലാംഗ്വേജസ്. കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ ഉത്തരം എന്ന് പറയുന്നത് ടീച്ചിങ് ഇംഗ്ലീഷ് ടു സ്പീക്കേഴ്സ് ഓഫ് അതർ ലാംഗ്വേജ്. നല്ല ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ, അല്ലെ? നേറ്റീവ് ലാംഗ്വേജ് അല്ലാത്ത, ഇംഗ്ലീഷ് നേറ്റീവ് ലാംഗ്വേജ് അല്ലാത്ത ഒരു സ്പീക്കറിന്, സ്റ്റുഡന്റിനല്ല സ്പീക്കറിന് അതർ ലാംഗ്വേജ് ആയിട്ടുള്ള ഒരാൾക്ക് ടീച്ച് ചെയ്ത് കൊടുക്കുക, ഇംഗ്ലീഷ് ടീച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. വിച്ച് അപ്രോച്ച് ടു ലാംഗ്വേജ് ടീച്ചിങ് emphasizes the use of language in real life situations and context? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണോ, ഡയറക്റ്റ് മെത്തേഡ് ആണോ, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ആണോ, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ആണോ? ഇതിലേതാ വരുന്നത്? കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. അതായത് ഒരാളോട് റിയൽ ലൈഫ് സിറ്റുവേഷനെ കുറിച്ചും കോണ്ടെക്സ്റ്റുകളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ CLT, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ആണ് എവിടെ വരുന്നത്? ഇവിടെ വരാൻ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ട് ഒരു ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളതിനെ കൃത്യമായി പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്. എന്തിനാണ് ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഒന്നും അല്ല ഇവിടെ ഉപയോഗിക്കുക. അയാൾക്ക് എന്താണ് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്, ആ ഒരു സിറ്റുവേഷൻ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ ലാംഗ്വേജ് ടീച്ചിങ് വാട്ട് ഈസ് TPR? TPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ടീച്ചിങ്ങിൽ എന്താണ്? ടോട്ടൽ ഫോണറ്റിക് റെസ്പോൺസ്, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്, ടൈംഡ് പ്രൊനൗൺസിയേഷൻ റിയാക്ഷൻ, ടാർഗറ്റഡ് പ്രാക്ടീസ് റുട്ടീൻ. ഏതാ? ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അതായത് ലേണേഴ്സ് റെസ്പോണ്ട് ടു ലാംഗ്വേജ് ഇൻപുട്ട് വിത്ത് ഫിസിക്കൽ മൂവ്മെന്റ് ഹെൽപ്പിംഗ് ടു റീഇൻഫോഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മെമ്മറി. അപ്പൊ ഫിസിക്കൽ മൂവ്മെന്റിലൂടെ ഒരു കാര്യം പഠിക്കുകയും അതെങ്ങനെ ടീച്ച് ചെയ്ത് കൊടുക്കാം, എങ്ങനെ ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് TPR ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. വിച്ച് മെത്തേഡ് ഫോക്കസസ് ഓൺ ലേണിംഗ് ലാംഗ്വേജ് ത്രൂ റിപ്പീറ്റേറ്റീവ് ഡ്രിൽസ് ആൻഡ് പ്രാക്ടീസ്? ലാംഗ്വേജിനെ ഡ്രിൽസും പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ പഠിക്കാം എന്ന് പറയുന്ന മെത്തേഡ് ഏതാണ്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണോ, ഡയറക്റ്റ് മെത്തേഡ് ആണോ, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ആണോ, സൈലന്റ് വേ ആണോ? ഡയറക്റ്റ് ചോദ്യമാണ്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ആണ്. ഡ്രിൽസ് ആൻഡ് പ്രാക്ടീസസ് ആണ് ചെയ്തു കൊടുക്കുന്നത്, അല്ലെ? ഇവിടെ എന്തൊക്കെ വരും? ഹാബിറ്റ് ഫോർമേഷൻ വരും, മെമ്മറൈസേഷൻ വരും. ഡ്രിൽസ് എന്തിനു വെക്കുന്നു എന്നുള്ളതൊക്കെ ബേസിക്കലി ഇതില് മുമ്പിലേക്ക് വരുന്നതാണ്. കാരണം ഇതൊരു ബിഹേവിയറിസ്റ്റ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറിയാണ്. റൈറ്റ്. വാട്ട് ഈസ് എ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡയറക്റ്റ് മെത്തേഡ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ്? ഡയറക്റ്റ് മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ് ഓഫ് ട്രാൻസ്ലേഷൻ ടു ദ സ്റ്റുഡൻസ് നേറ്റീവ് ലാംഗ്വേജ്, എംഫസൈസ് ഓൺ സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് ഇൻ ദ ടാർഗറ്റ് ലാംഗ്വേജ് വിത്തൗട്ട് ട്രാൻസ്ലേഷൻ, ഫോക്കസ് ഓൺ റിട്ടൺ ഗ്രാമർ എക്സസൈസസ്, ഹെവി യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് മൾട്ടിമീഡിയ. ഏതാ ഉത്തരം? എംഫസിസ് ഓൺ സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് ഇൻ ദ ടാർഗറ്റ് ലാംഗ്വേജ് വിത്തൗട്ട് ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. റൈറ്റ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് തിയറി സജസ്റ്റ് ദാറ്റ്
Language learners benefit from comprehensible input that is slightly above their current level of proficiency. ബിഹേവിയറിസം ആണോ, കൺസ്ട്രക്റ്റിവിസം ആണോ, ക്രാഷൻസ് ഇൻപുട്ട് ഹൈപ്പോത്തസിസ് ആണോ, ചോംസ്കീസ് യൂണിവേഴ്സൽ ഗ്രാമർ ആണോ? ഏതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം? ക്രാഷൻസ് ഇൻപുട്ട് ഹൈപ്പോത്തസിസ് ആണ് ഇതിൽ പറയുന്ന കൃത്യമായിട്ട് അവരുടെ കറന്റ് ലെവലിനെ നോക്കിയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പറയാനുള്ള ഉത്തരമായിട്ട് ഇതിൽ വരുന്നത്. റൈറ്റ്. അപ്പോൾ തൽക്കാലം ഈ ഒരു ക്വസ്റ്റ്യനെയർ, ഈ ഒരു PYQ സെഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ ഞാനിവിടെ തൽക്കാലം നിർത്തുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നന്നായി പഠിക്കുക. ഈ പ്രാവശ്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ട് പാസ്സാവണം. അല്ലെ, പുതിയ നിയമമൊക്കെ വന്നിട്ടുണ്ട്. എനിവേ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. വേറെ എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ ബൈ ആൻഡ് സീ.